ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മഷ്റൂം എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു നേരെ നിൽക്കുന്ന ആ സ്റ്റെം പോലത്തെ സാധനം നമ്മളതങ്ങ് ഒടിച്ച് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ ഈ ബ്ലാക്ക് കളറിലുള്ള ഈ സാധനം നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ അറ്റം കൊണ്ടോ എന്തെങ്കിലും നമ്മളതങ്ങനെ എടുക്കുന്നു. വളരെ സിമ്പിളാണ്, പക്ഷെ പലരും കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ടാവും. നല്ല നാടൻ കൂണൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ തന്നെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ 5 അല്ലെങ്കിൽ 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക. അപ്പം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് ഇത് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂടി വയ്ക്കാതെ അങ്ങനെയൊക്കെ നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ സവാളയും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചിട്ട് അതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ഇച്ചിരി വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് കളറ് മാറുന്ന വരെ ഒന്ന് ഇത് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൂണ് ക്ലീൻ ചെയ്ത കൂണ് നമ്മൾ ഇങ്ങനെ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കാനല്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മൊരിഞ്ഞ് വരുന്ന രീതിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുവാണേ. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം ഇതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ തന്നെ വരുന്നത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊന്നുമല്ല, തന്നെ ഇതിൽ നിന്ന് വരുന്ന. എന്നിട്ട് ആ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറ്റൽമുളക് എല്ലാം ഇട്ടിട്ട് ഇപ്പം തന്നെ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളവിടെ പേസ്റ്റാക്കി മാറ്റി വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് സോസോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിൽ ചേർക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു 5 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കണേ. ഒരു 1/4 ഗ്ലാസ് മുതൽ ഒരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. പിന്നെ നമ്മുടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. കുരുമുളക് മാത്രം അവസാനം കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ്. ചിലരിതിൽ മധുരത്തിന് വേണ്ടി ഷുഗർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കും, പക്ഷെ നമ്മളിതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.